വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ആത്മാവ് പറയും. പറയാനുള്ളത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന തീർന്നു. നമ്മുടെ പ്രാർത്ഥന അതല്ല പ്രിയപ്പെട്ടവർ. ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അതല്ല. നീ ആരുടെയൊക്കെ കൂടെ വസിക്കുന്നുണ്ടോ അവരുടെ മനസ്സിന്റെ വേദനയും അവരുടെ ജീവിതത്തിന്റെ ഭാരവും അവരുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും അവര് പറയാതെ തന്നെ നിനക്കറിയാനും അനുഭവിക്കാനും പറ്റുന്ന ഒരു ഹൃദയത്തിന്റെ ഭാവമാണ് ഈ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണ. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ആത്മാവിനോട് ചേർന്ന് ഇങ്ങനെ പ്രേരണകൾ തരും. മോളെ അങ്ങോട്ട് പോകണ്ട, നീ പാപം ചെയ്യും, അങ്ങോട്ട് പോകണ്ട, ആ കൂട്ടുകെട്ട് നിനക്ക് ചേർന്നതല്ല, വിട്ടേര് പറയും. നീ അവിടെ പോയി ഇരിക്കരുത്, വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ആത്മാവ് പറയും, പരിശുദ്ധാത്മാവ് പറയുന്നത് നീ ക്ഷമിക്ക്, നീ വിട്ടുകൊടുക്ക്, വേണ്ട നീ അങ്ങോട്ട് ക്ഷമിക്ക്. ഈ ദൈവത്തിന് കൃത്യമായ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാത്തവർ എന്നാ അറിയോ? ദൈവം പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് പറയും, അയ്യോ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്ക് എളിമപ്പെടാൻ പറ്റില്ല, എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവരല്ലേ കേസ് കൊടുത്തേ, അവരല്ലേ പറഞ്ഞ്, അവരല്ലേ ചെയ്തേ, അവരല്ലേ ഞാൻ ചിന്തിക്കാത്ത കാര്യം പറഞ്ഞ്, അവര് ക്ഷമിക്കട്ടെ എന്നിട്ട് ഞാൻ ക്ഷമിക്കാം. ആത്മാവിന്റെ സ്വരമൊന്നുമല്ല ഇത്, നമ്മുടെ വൈകാരികതയെ പുറത്തു വരുന്നത്. അതൊന്നും പരിശുദ്ധാത്മാവിന്റെ സ്വരമൊന്നുമല്ല. ആത്മാവ് എപ്പോഴും പറയും നീ ക്ഷമിക്കുക. പരിശുദ്ധാത്മാവ് എപ്പോഴും പറയും, ആത്മാവ് നിറയുമ്പോ എപ്പോഴും പറയും നീ ക്ഷമിക്കുക, വേദനിപ്പിച്ചവരെ നീ വിട്ടുകൊടുക്കുക, നീ പോട്ടേന്ന് വെക്കുക, അതിൽ നിനക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും നീ വിട്ടേര്. അതല്ല ഈശോ ആത്മാവിൽ നിറഞ്ഞിട്ട് രക്തം ശരീരത്തിൽ നിന്നും വിറ്റിട്ട് വാർന്നിഴങ്ങുമ്പോൾ ഈശോ പറഞ്ഞ ഒറ്റ കാര്യമുള്ള, കുരിശി കടന്നിട്ട് അപ്പാ ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഈ സഹനത്തിന്റെ നീറുന്ന ജീവിതത്തിന്റെ പ്രശ്നത്തിലാണെങ്കിലും, രക്തം വാർന്നൊഴുകുന്ന നിമിഷങ്ങളിലാണെങ്കിലും, രക്തം നിന്റെ ശരീരത്തിൽ നിന്ന് വിറ്റിട്ട് വീഴുമ്പോഴാണെങ്കിലും അവിടെയും നീ കേൾക്കുന്നത് ആത്മാവിന്റെ സ്വരമാണ്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, സ്വന്തം അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാനും അനുസരിക്കാനും പറ്റാത്ത രീതിയിലുള്ള സകലവിധത്തിലുള്ള പെരുമാറ്റത്തിന്റെയും പിന്നിലുള്ള പ്രേരണ പരിശുദ്ധാത്മാവിൻ്റെത് അല്ല. കാരണം വചനത്തിന് വിപരീതമായിട്ട് പരിശുദ്ധാത്മാവ് പറയില്ല. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത് വിപരീതമായിട്ട് പരിശുദ്ധാത്മാവിന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ല വിശുദ്ധ ഗ്രന്ഥത്തിന് വിപരീത പരിശുദ്ധാത്മാവ് പോകില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും ബഹുമാനിക്കണമെന്നാണ് ആദിയിലെ ഉള്ള നിയമം, അതാണ് കർത്താവിന്റെ ഹിതം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1:4-3 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അഭിലഷിക്കുന്നത്. അതിന് വിപരീതം പറയാൻ പരിശുദ്ധാത്മാവിന് പറ്റില്ല. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയാത്തത് പരിശുദ്ധാത്മാവ് പ്രേരണയായിട്ട് തരില്ല. അപ്പനെ അനുസരിക്കാൻ പറ്റില്ല, അമ്മയെ അനുസരിക്കാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ 100 കൂട്ടം ന്യായീകരണം പറയും. അത് അച്ഛൻ അറിയാവോ എങ്ങനെ ഈ തന്തനനുസരിക്കുന്നത്, എങ്ങനെ ഈ തള്ളനനുസരിക്കുന്നത്? ചില പിള്ളേർ ചോദിക്കുന്നത്, അച്ഛൻ പറയും എങ്ങനെ ഈ തന്തനനുസരിക്കും, അച്ഛൻ പറ. നിനക്ക് എന്നെ അനുസരിച്ചാലെന്നെ കുഴപ്പം? ഒന്നിൽ നിന്റെ അപ്പനല്ലേ, നിനക്ക് ജന്മം നൽകിയ അപ്പനല്ലേ, നിനക്ക് ജന്മം നൽകിയ അമ്മയല്ലേ. അപ്പൊ അവര് പറയും ഇതൊക്കെ പോയി പറഞ്ഞാൽ മതി എന്ന് അവിടെ ഇരുന്ന് പറയുന്നത്. സ്വന്തം അപ്പനെ അമ്മയെ ബഹുമാനിക്കാനും ആദരിക്കാനും അനുസരിക്കാൻ പറ്റാത്ത ഒരു ദൈവ പൈതലിന് എങ്ങനെ ദൈവാത്മാവിന്റെ സ്വരം കേൾക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. കാരണം വചനത്തിന് വിപരീതമായി പരിശുദ്ധാത്മാവ് ഒരിക്കലും ചലിക്കില്ല.